അവസാനത്തെ 10 മിനിറ്റ്. രചന മധു മാവില. ശബ്ദം ശ്രീവത്സൻ മണലുവട്ടം. അകത്തെ മൂലയിൽ ആദ്യത്തെ 10 മിനിറ്റോളം അനാഥമായ ഇരുട്ട്. പയം തുണിയിൽ പൊതിഞ്ഞെടുത്തൊരാൾ അടുക്കളപ്പുറത്തേക്ക് പോയി വരുന്നത് വരെ. പുകപിടിച്ച് നിറം മങ്ങിയ ചുമരിലെ തുരുമ്പിച്ച ആണിയിൽ സിനിമാ നടിയുടെ ചിത്രവും തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. നിലം തൊടാത്ത കാലുകൾ ജനലിലൂടെ പുറത്തെ വെളിച്ചം കൊളുത്തി വലിക്കുന്നുണ്ട്. പുറംതോടില്ലാത്ത കണ്ണുകൾ അകത്തെ മൂലയിൽ വീണുകിടക്കുന്നു. അകത്ത് കയറിയ മറ്റൊരാൾ ചിമ്മിണി വിളക്കിന്റെ ചുണ്ടിൽ നിലാവുറ്റിച്ചു. നിലം തൊടാത്ത കയറിൽ ആകാശം കയറിയവനെ ചുമലിൽ പൊതിച്ചെടുത്ത് നിലത്ത് കിടത്തിയവർ വെള്ള തുണിയിട്ടു മൂടി. ഒരു മുറി തേങ്ങയിൽ താലി കെട്ടിയ നെയ്ത്തിരി കട്ടിലിൽ കിടക്കുന്നവളെ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഇത്രയും കാലം തെക്ക് വടക്ക് നന്നാക്കിയവന്റെ നാവിനും തഴമ്പുണ്ടായിരുന്നു. ഇരുകാലിലെ തള്ളവിരൽ കൂട്ടിക്കെട്ടിയവൻ മെല്ലെ പറയുന്നുണ്ടായിരുന്നു, ഇനിയെങ്കിലും 2 തോണിയിലാവരുതല്ലോ, ഇനിയെങ്കിലും 2 തോണിയിലാവരുതല്ലോ. ഇരു കൈയും ചേർത്ത് വച്ച ചൂണ്ടുവിരൽ കൂട്ടിക്കെട്ടുമ്പോൾ ഭാഗ്യരേഖ തെളിഞ്ഞു കണ്ടു. ദീർഘായുസ്സിലും ഗന്ധകം നിറഞ്ഞ ജീവിത വഴികൾ. അവസാനത്തെ 10 മിനിറ്റ് വടക്കേപ്പുറത്ത് വാഴയിലയിൽ പിറന്ന പടി കുളിയാണ്. നല്ലെണ്ണ തേച്ച് മിനുക്കണം. അഴുകിയ കടങ്ങൾ കഴുകിക്കളയണം. ചൂടുവെള്ളത്തിൽ അലിയാത്ത സ്വപ്നങ്ങൾ ഓരോന്നായി പൊറുക്കിയെടുക്കണം. അഴുകിയ കടങ്ങൾ കഴുകിക്കളയണം. ചൂടുവെള്ളത്തിൽ അലിയാത്ത സ്വപ്നങ്ങൾ ഓരോന്നായി പൊറുക്കിയെടുക്കണം. വെളുപ്പിച്ചെടുക്കാനാവുന്നത്ര പൗഡർ ഇട്ടോളുക. ഉള്ളതിൽ നല്ലതുടുപ്പിച്ച് മുടി ചീകി ഒതുക്കി കണ്ണടയും ഇട്ടേക്കൂ. നാളെ പത്രം വായിക്കേണ്ടതല്ലേ. അയലിലിട്ട കൈലിമുണ്ട് ചുറ്റിലും 4 ആൾ മറക്കി പിടിച്ചു. അവസാനത്തെ രംഗം കാണികൾക്കുള്ളതല്ല. അവസാനത്തെ രംഗം കാണികൾക്കുള്ളതല്ല.